പ്രാർത്ഥിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതുമായ ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്. കർത്താവേ, എന്ത് തന്നെ സംഭവിച്ചാലും, മുമ്പിൽ പ്രതിസന്ധികൾ ഒരു പർവ്വതം പോലെ ഉയർന്നു നിന്നാലും, തിരമാല പോലെ സങ്കടങ്ങൾ എന്നെ മുക്കാൻ ശ്രമിച്ചാലും, കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോയാലും, എൻ്റെ ചങ്കിൻ്റെ ഇടിപ്പ് കൂടിയാലും, എൻ്റെ കൂടെ നിന്നവരെല്ലാം എന്നെ സഹായിക്കാതെ മാറി നിന്നാലും, ഒരു കാലത്ത് സഹായിച്ചവർ അറിയത്തില്ല എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു നിന്നാലും, കർത്താവെ, ഞാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് നീ പോലും ഉത്തരം തരാതിരുന്നാലും എൻ്റെ ഉള്ളിലേക്ക് ആ ബോധം നിറച്ചു തരണമേ. യു ആർ സ്റ്റിൽ ദേർ. ഞാനത് അറിഞ്ഞില്ലേലും, ഞാനത് മറന്നുപോയാലും എൻ്റെ കർത്താവ് അവിടെ തന്നെ ഉണ്ട്. ശക്തിയോടെ പറ ഹല്ലേലൂയ. അവന് വർക്ക് ചെയ്യാൻ നമ്മളൊരു സ്പേസ് കൊടുക്കുകയാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ശക്തമായിട്ട് പ്രവർത്തിച്ച കുറച്ച് സംഭവങ്ങളാണ് ഈ പുറപ്പാട് യാത്ര. നമ്മൾ വിശുദ്ധ ഗ്രന്ഥമൊക്കെ നേരത്തെ വായിച്ചിട്ടുള്ളത് കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ടും പെട്ടെന്ന് നിങ്ങളെന്ന് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി പോവാണ്. ഇപ്പം ഇസ്രായേൽക്കാർ ഈജിപ്തിൻ്റെ അടിമത്തിൽ ഏകദേശം 430 വർഷം താമസിച്ച് ദൈവം മോശയിലൂടെ മറ്റു വ്യക്തികളിലൂടെയൊക്കെ അവരെ